നമുക്ക് പെട്ടെന്ന് കല്യാണത്തിന് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് മുഖം ഒന്ന് ഗ്ലോ ആയിരിക്കാനും നല്ല കളറോടുകൂടി ഇരിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഞാനിന്ന് പറയുന്നത്. നമ്മൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി ചെയ്യാവുന്നതാണ്. ഒരു ബ്യൂട്ടി പാർലറിലും പോകേണ്ട കാര്യമില്ല. പോകുന്നവരാണ് പോകാൻ പറ്റിയില്ലെന്ന് ചിലപ്പോൾ വരും. അല്ല പോകാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ടിപ്പ് കൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്ത് നന്നായിട്ട് മുഖം ഗ്ലോ ആയിരിക്കാനും അതുപോലെ തന്നെ നല്ല കളറോടുകൂടി നമ്മൾക്ക് ഫംഗ്ഷന് പോകാം. ഈ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നമുക്കിത് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് പോകാമേ. ഒരുപാട് ഞാൻ നീട്ടി സമയം കളയുന്നില്ല. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മൾക്ക് അതിന് ആദ്യം ചെയ്യാവുന്നത് ഒരു തക്കാളിക്ക എടുക്കുക. ഞാൻ ഈ തക്കാളിക്ക ഇത് രണ്ടായിട്ട് മുറിച്ചു. തക്കാളിക്ക രണ്ടായിട്ട് മുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത തക്കാളിക്ക ആയിരിക്കണം ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ നല്ലതായിട്ട് പഴുത്ത തക്കാളിക്ക രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇച്ചിരി കാപ്പിപ്പൊടിയുടെ ഇതുകൂടെ ചേർക്കുക. ഞാൻ ചെയ്ത് കാണിക്കാം. ഇച്ചിരി കാപ്പിപ്പൊടിയുടെ ഇതുകൂടെ ഞാൻ ബ്രൂവിൻ്റെ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് തിരിഞ്ഞാണ് ഇത് കാണുന്നത്. ഇത് ബ്രൂവാണ് കേട്ടോ. ബ്രൂവിൻ്റെ ഇത് കാപ്പിപ്പൊടി ഇട്ടേക്കുന്നത്. ആകുമ്പം വലിയ തരിയില്ലല്ലോ. നമുക്ക് അതാണ് ചെയ്യേണ്ടത്. ഇതിലോട്ട് ഇച്ചിരി ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ഇടുക. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പ് ഇതാണ്. ഞാനെടുത്തേ ഇത് എന്നിട്ട് ചെയ്ത് കാണിക്കാമേ. ഞാൻ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടേക്കുന്നത്. ഞാനിതിന് മുഖത്ത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. തോന്നുകയാണ്. എനിക്ക് നല്ല കളറുള്ള വ്യക്തിയാണ്. പക്ഷേ മുഖത്ത് ഞാൻ ഒരു സാധനവും ഇട്ടിട്ടില്ല. ഞാനിത് ചെയ്ത് കാണിക്കണേ. ആദ്യം നമ്മൾക്ക് ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ ആകുമ്പോൾ മുഖത്തിന് നല്ല കളറ് കിട്ടാൻ നല്ലൊരു ടിപ്പാണിത്. മുഖത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ കറുത്ത പാടുകളൊക്കെ ഇത് മാറുന്നതാണ് ഇത് ചെയ്യുന്നതോടുകൂടി കേട്ടോ. നല്ല മാറ്റമുണ്ട്. നല്ല കളറ് കിട്ടും. ഈ തക്കാളിക്ക നല്ല പഴുത്ത തക്കാളിക്ക ആയിരിക്കണം. അതുപോലെ തന്നെ പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടി ഇടുമ്പോഴത്തേന് തന്നെ നല്ല കളറ് കിട്ടാനായിട്ട് നല്ലൊരു ഇതാണ് ഇത്. നല്ല ടിപ്പാണിത് കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല, തക്കാളിക്ക എന്ന് പറയുന്നത് നല്ല ബ്ലീച്ചിന് തുല്യമാണ്. വൈറ്റനിങ് തരും നമുക്ക് തക്കാളിക്ക നീര്. അതായത് നല്ല ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 2-3 മിനിറ്റ് ചെയ്താൽ മതി. ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഒരുപാട് നേരം ഞാനിത് ചെയ്യുന്നില്ല, കാണിക്കാം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ സ്ക്രബ് പോലാണ്. നല്ല പിന്നെ ഈ ഇവിടെയൊക്കെ കറുത്ത പാടുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ മാറും. പിന്നെ തക്കാളിക്ക നീര് കൊണ്ട് കേട്ടോ. തക്കാളിക്ക നീര് ഈ പഞ്ചസാര ഈ കാപ്പിപ്പൊടിയും കൂടെ ആകുമ്പം നല്ലതായിട്ട് മുഖം കളറ് വയ്ക്കും. ഞാനിതാണെന്നുണ്ടെങ്കിൽ സത്യം പറയുമ്പോൾ ഞാൻ ദിവസവും ഇത് ചെയ്യുമായിരുന്നു. ഞാൻ കുളിക്കുന്നതിന് മുന്നേ ഇത് ദിവസവും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. ചെയ്തതിന് ശേഷം ഞാൻ പോയി കുളിക്കത്തുള്ളായിരുന്നു. ഇപ്പോഴായിട്ടാണ് ഞാനിത് ചെയ്യാത്തത്. നേരത്തെ ഞാനെന്നുണ്ടെങ്കിൽ ഡെയിലി ഇത് ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇവിടെ ഉള്ള കറുത്തപാടുകളെല്ലാം അങ്ങനെ ഒരുപാട് മാഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, തക്കാളിക്ക നീരെന്ന് പറയുന്നതാണെങ്കിൽ ഒരു പുളിപ്പുള്ളതല്ലയോ. അപ്പോൾ നല്ലതായിട്ട് ആ കറുപ്പുള്ളതെല്ലാം നല്ല നമ്മുടെ നോർമൽ കളറിലേക്ക് എത്തും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ല, 2-3 മിനിറ്റ് ചെയ്താൽ മാത്രം മതി. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതിന് ശേഷം നമുക്കൊരു ഫേസ് പാക്ക് ഇടാം. അതുകൂടെ ചെയ്താൽ മാത്രം. ഇത് ചെയ്തതിന് ശേഷം നമ്മൾക്ക് റെഡിയായി എന്നുണ്ടെങ്കിൽ കുളിച്ചാണെന്നുണ്ടെങ്കിൽ റെഡിയായാൽ മാത്രം ഞാൻ പറഞ്ഞില്ലേ, ഫംഗ്ഷന് പോകുമ്പോൾ ഏറ്റവും അടിപൊളി സാധനമാണിത്. ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. 100% ഉറപ്പാണ് കേട്ടോ. നല്ല 100% ഉറപ്പാണ്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കഴുകിക്കളയാമേ. കഴുകിക്കളയാന്ന് വെച്ചാൽ ഇതാണെന്നുണ്ടെങ്കിൽ ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റെങ്കിലും എങ്ങനെയും ഒരു സാധാരണ പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് വെച്ചേക്കണമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കഴുകിയിട്ടാണെന്നുണ്ട്. ഇത് കഴുകി കഴിഞ്ഞിട്ട് മറ്റേ ടിപ്പൂടെ നമുക്ക് പറഞ്ഞു തരാം. രണ്ടാമത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത്
നമ്മളെ പഴവും മുട്ടയുടെ വെള്ളയും കൂടാണ് ഇതിലെടുത്തേക്കുന്നത്. അപ്പം ഒരു ശകലം ഒരു അരമുറി പഴമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും ഇത് ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണേ. ഒരു ശകലം മതിയല്ലോ മുഖത്ത് തേക്കാനായിട്ട്. അപ്പം ഇത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുവാണേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിലോട്ട് അരിപ്പൊടി ഇടുവാണ്. അരിപ്പൊടി കുറച്ചിട്ടാൽ മതിയേ. ഇനി നമ്മൾ ഇതൊന്ന് മിക്സാക്കണം. മിക്സാക്കിയിട്ട് ഇതാണ് നമ്മളിനി ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്നതാണേ. മുട്ടയുടെ വെള്ളയും പഴവും കൂടെ മിക്സിയിൽ നല്ലതായിട്ട് അടിച്ചെടുക്കണേ. ഞാൻ പറഞ്ഞില്ല, രണ്ടാമത് ഞാൻ എടുത്തേക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയെ ഒരു ശകലം പഴത്തിൻ്റെ ഇട്ടിട്ടുള്ളൂ, പഴമേ. അതുപോലെ തന്നെ പിന്നെ ഇട്ടേക്കുന്നത് അരിപ്പൊടി. ഈ മൂന്നും കൂടെ മിക്സാക്കിയതിന് ശേഷം ഫേസിനകത്ത് ഇടുക. ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. കാര്യം ഇത് നമ്മുടെ പ്രശസ്ത ബ്യൂട്ടീഷ്യൻ രഞ്ജു രഞ്ജിമാർ ഇത് ചെയ്ത ഒരു ഇതാണ്. ഇത് ഞാൻ അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് കേട്ടോ. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. നന്നായിട്ട് നമ്മൾക്ക് മുഖം ഗ്ലോ ആവുകയും ചെയ്യും. അത് തന്നെ ഗ്ലോ ആവുമെന്ന് പറഞ്ഞ കാര്യം നല്ല വൈറ്റനിങ് തരുന്നതാണിത്. ഞാൻ ആദ്യം ഞാനൊരു ടിപ്പ് ഇട്ടല്ലോ, ആദ്യം അത് ചെയ്യണം. ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്യാവൂ. ആദ്യം അതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, തക്കാളിക്കയും അതിനകത്തിലോട്ട് മുറിച്ചിട്ട് പഞ്ചസാര ഇതും കൂടെ ചെയ്ത് ഞാൻ കാണിച്ചല്ലോ. അതാദ്യം നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും ചെയ്താൽ നല്ല കുറേ നേരം നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്, പഞ്ചസാരയും കൂടെ ഒക്കെ ചേർക്കുമ്പോഴേ. അതും എല്ലാം രഞ്ജുമാർ ചെയ്തത് ഞാൻ തന്നെ ചെയ്യുന്നു. ഞാനല്ലാതെ പിന്നെ ഈ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ബ്യൂട്ടി പാർലർ ഒന്നും ഞാൻ പോകാറില്ല. ഞാൻ മിക്ക ഇതിനകത്തിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ആൾ ചെയ്തത് കണ്ടാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ കുറേ നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട് തരുന്ന സാധനമാണിത് കേട്ടോ. ഇത് നമ്മളെ മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്യുക. നല്ല ഗ്ലോയിങ് കിട്ടും, നല്ല കളറ് കിട്ടും. ഇത് ചെയ്താൽ മാത്രം മതി. ഇതൊരു നമുക്കിതൊരു ഏത് ഇത് ഇട്ടാലും നമ്മൾ ഒരു 20 മിനിറ്റ് നമ്മൾ മുഖത്തത് വെച്ചേക്കണം. നമ്മൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളയോ. കാര്യം അതൊന്ന് പിടിക്കണം. ഇത് ഫേസിൽ പിടിക്കണ്ടായോ. ഇതിപ്പം നമ്മൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് കഴുകിക്കളയാം. നമ്മളത് ഉണങ്ങുമല്ലോ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുത്ത് കളയാം. കഴുകി കളയാം കേട്ടോ. നല്ല റിസൾട്ട് തരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ രഞ്ജുമാർ ചെയ്തത് കണ്ട് ഞാനിത് ചെയ്യാൻ തുടങ്ങി. ഒരു 4 വർഷത്തിന് മുന്നേ ഞാനിത് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞാനല്ലാതെ വേറുള്ളൊരു കെമിക്കലും എൻ്റെ മുഖത്തങ്ങ് ചെയ്യാറില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മുഖം. ഒരു സാധനം ഞാൻ വേറെ ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ സ്കിന്ന് നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൊണ്ട് ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പിന്നെ സൺസ്ക്രീം ഉപയോഗിക്കണം. സൺസ്ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് വെയിൽ കൊണ്ടാണെന്നുണ്ടെങ്കിൽ കരുവാളിപ്പ് വരത്തില്ല. അത് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും സൺസ്ക്രീം ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു കമ്പനിയുടെ നല്ല ഇട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ കാണുന്നതൊന്നും എടുക്കല്ലേ. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ സൺസ്ക്രീം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് മുഖത്താണെങ്കിൽ വലിയ പിന്നെ കളർ വ്യത്യാസങ്ങളൊന്നും വരാറില്ല. ഞാൻ നേരത്തെ ഇരുന്ന പോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ കളർ ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, നല്ല റിസൾട്ട് കിട്ടും. അടിപൊളിയാണിത്. ഇത് നല്ല കളറ് വെക്കുന്ന ഇതാണ്. മുട്ടയുടെ വെള്ള ഒഴിക്കുന്നത്. മുട്ടയുടെ വെള്ളം ഞങ്ങൾ വിചാരിക്കും മുട്ടയുടെ വെള്ളയ്ക്ക് സ്മെല്ലുണ്ടെന്നുള്ളത്. ഈ പഴം കൂടെ അടിക്കുമ്പോൾ ആ സ്മെല്ല് കാണാനില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഒരുപാട് പഴമൊന്നും എടുക്കേണ്ട, ഒരു കുറച്ചെടുത്താൽ മതി. ശകലം മുഖത്ത് തേച്ചാൽ മതിയല്ലോ. അതിനുള്ള ഒരു മുട്ടയുടെ വെള്ളയും ഒരു ശകലം പഴവും അതും കൂടെ മിക്സാക്കി അടിച്ചാൽ മതി. അടിച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് അരിപ്പൊടി എന്ന് പറയുന്നത് നല്ല കളറ് വെക്കും കേട്ടോ. അരിപ്പൊടി ഇട്ടാൽ നല്ല കളർ വെക്കുന്നതാണ്. അതാ ഞാൻ പറഞ്ഞ ഈ 3 ഐറ്റം കൂടെ ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിക്കാമേ.
അതുപോലെ ഇത് കുറേ നേരം നമ്മൾ മസാജ് ചെയ്യണം ഇങ്ങനെ. കുറേ നേരം, ഞാനത് പറയാൻ വിട്ടുപോയി, കുറേ നേരം ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യണം. ഒത്തിരി ശക്തിക്ക് വേണ്ട, ഇങ്ങനെ മസാജ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാമേ. എന്നിട്ട് ഞാൻ കാണിക്കാമേ. ഏകദേശം 20 മിനിറ്റോളമായേ, ഉണങ്ങിയിട്ടുണ്ടേ. ഞാൻ കൊണ്ട് ഇത് കഴുകാൻ പോവാണ് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തതിന് ശേഷം സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ, കാര്യം വലിച്ചിലുണ്ടാകും, സ്കിന്ന് വലിയും കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ ഉണങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം അത് ഉണങ്ങുന്നിടം വരെ. ഞാൻ പോയി കഴുകിയിട്ട് വരാം കേട്ടോ. ഞാൻ കഴുകിയിട്ട് വന്നേ. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ പ്രായത്തിലൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിത്. നല്ല പ്രയോജനം തരും. എൻ്റെ ഈ വയസ്സിനകത്തിലും ഞാനിതൊക്കെ ചെയ്യുന്നുള്ളൂ. അല്ല, ഒരു കെമിക്കലും ഞാൻ ഉപയോഗിക്കാറില്ല. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അല്ലാതൊന്നും എടുത്തിട്ടല്ല. ഞാൻ പറഞ്ഞ രഞ്ജുമ അവരുടെ ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയാണ്. എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. ഞാൻ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്. എല്ലാവരും ചെയ്തു നോക്കൂ, നിങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും. 100% ഉറപ്പ് വരുന്നു. ഒരു ബ്യൂട്ടി പാർലറിലും പോകേണ്ട, ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്താൽ മതി. ഇതാകുമ്പോൾ ഒരു കെമിക്കലില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. അതിലൊന്നും നമുക്ക് മുഖത്തിനൊരു പ്രശ്നവും വരത്തില്ല. നമ്മുടെ ഈ പ്രായത്തിനകത്തിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോയി കഴിയുമ്പോൾ അവർ ഓരോന്നൊക്കെ ഇതിനകത്ത് ചേർത്തൊക്കെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും മുഖത്തിനൊക്കെ അങ്ങ് വലിച്ചിലുണ്ടായി അങ്ങ് ഒരുപാട് ഇതാവും. അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പക്ഷേ ഇങ്ങനെയൊക്കെ ടിപ്പാകുമ്പോൾ നമുക്ക് നല്ലതാണ്. ഞാൻ അങ്ങനെയൊക്കെ ഉള്ളത് അത് നോക്കി അതൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുമെന്ന് ഞാനിത് പറയുന്നത് കേട്ടോ. ഞാനെൻ്റെ പൊട്ട് വെച്ചേക്കാം. എല്ലാവരും ഇത് ചെയ്തു നോക്കൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴൊന്നും നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമേ ഇല്ല. ഇതുപോലുള്ള ടിപ്പുകൾ മാത്രം ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നല്ലതായിട്ട് തന്നെ ഫേസ് ഇരിക്കും. അത് കളറുള്ളവർക്കാണെങ്കിൽ ആ കളറ് പോകാതെ തന്നെ ഇതിങ്ങനെ നിലനിർത്തി പോകാൻ പറ്റും. കളർ കുറഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ടിപ്പുകൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് നല്ല നിറം വയ്ക്കുകയും ചെയ്യും. അതിന് 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ചെയ്തു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണണം, കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. താങ്ക് യു.